111 അടി ഉയരത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗവും 64 അടി നീളമുള്ള കയ്യിൽ കൈലാസപർവ്വതം വഹിക്കുന്ന ഹനുമാൻ പ്രതിമയും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഭഗവാൻ ശിവന് വിഗ്രഹ പ്രതിഷ്ഠയുള്ള ലോകത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലെ ചെങ്കൽ പഞ്ചായത്തിലെ ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന പുറ്റിറക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇവയെല്ലാം 2011 2021 ഇടയിൽ പണി കഴിപ്പിക്കപ്പെട്ടവയാണ്. എന്നാൽ ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദൈവപ്രശ്നത്തിൽ ഏകദേശം 5000 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധി സ്ഥാനത്താണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും പിന്നീട് ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചു പോയതാണെന്നും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി. പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വരുന്നത് 1960കളിലാണ്. അതിന് നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ്. ആ കഥ ഇങ്ങനെ. ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മാൾ ദമ്പതികളുടെ മകനായി 1954 നവംബർ 16 പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി 3 വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തു പോയി ധ്യാനിച്ചിരിക്കുക എന്നത് കൃഷ്ണൻകുട്ടിയുടെ പതിവായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റ് വളർന്നു വലുതായി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാവുകയായിരുന്നു. ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതായും കഥയുണ്ട്. അതേ തുടർന്ന് പ്രശ്നം വച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി. വർഷങ്ങൾക്കു ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ ഈ കഥയറിഞ്ഞ് ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു തെക്കഥ മാത്രമായിരുന്നു അന്നത്തെ ക്ഷേത്രം, അതായത് ശ്രീകോവിൽ മാത്രമുള്ള ഒരു ചെറിയ ക്ഷേത്രം. കാലാന്തരത്തിൽ അത് വളർന്നു വലുതാകുകയും ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. 1986 ജൂലൈ 1 പ്രതിഷ്ഠാകർമ്മം. തുടർന്നും അദ്ദേഹം ഭക്തിയോടുകൂടി ശിവപൂജ തുടർന്നു പോരുകയും ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തിച്ചേരുകയും ചെയ്തു. 2011 ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളപ്പാടുണ്ടായി. കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രമാക്കി
ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന ശ്രീകോവിലും നാലമ്പലവും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളുമെല്ലാം ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. കിഴക്ക് ഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും 2 ഗജവീരന്മാരുടെ രൂപങ്ങളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുകയുണ്ടായി. 2012 ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 7 വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ 2019 നവംബർ 10 ഇത് ഭക്തർക്കായി തുറന്നുകൊടുത്തു. തുറന്ന കാലത്തു തന്നെ ഇത് ഏഷ്യ ബുക്ക് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും 32 ഗണപതി രൂപങ്ങളും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി. മഹാബലിപുരത്തുനിന്ന് കൊണ്ടുവന്ന ശിലയിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 10 വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോട് കൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം. ഇവയിൽ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 3 നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി നന്ദികേശന്റെ ഒരു വിഗ്രഹവും കാണാം. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രം പൂജാരിമാരുടെയും സ്വാമിയുടെയും താമസ സ്ഥലങ്ങളാണ്. ഇതിനു മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടവും കളിസ്ഥലവും കാണാം. ക്ഷേത്ര മതിലകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ഒരു മണ്ഡപമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ പ്രത്യേകത. നിത്യേനയുള്ള ഗണപതി ഹോമം നടത്താനായി പണികഴിപ്പിച്ച ഈ മണ്ഡപത്തിൽ 32 ഗണപതി രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബാലഗണപതി മുതൽ യോഗ ഗണപതി വരെയുള്ള ഈ രൂപങ്ങളെ മനുഷ്യന്റെ ഓരോ അവസ്ഥയുടെയും പ്രതീകങ്ങളായി കണ്ടുവരുന്നു. കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെ 32 ഗണപതിമാർക്കായി ക്ഷേത്രം പണിതിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 32 രൂപങ്ങളുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്തിവരുന്നത്. വിനായക ചതുർത്ഥി നാളിൽ അതിവിശേഷമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇവിടെ നടത്താറുണ്ട്. വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. 111.2 അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ശിവലിംഗമാണ്. ആസാമിലെ നാഗൌണിലുള്ള മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഏറ്റവും ഉയരം കൂടിയത്. 126 അടി ഉയരമുള്ള ആ ശിവലിംഗം 2021 ഫെബ്രുവരി 26 ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഈ ശിവലിംഗത്തിന്റെ റെക്കോർഡ് നഷ്ടമായത്. എങ്കിലും നിരവധി ഭക്തരെ ഈ മഹാലിംഗം ആകർഷിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ്. ഷഡാധാര വിധിയനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. ഇവ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിന്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ. ഇവയിൽ ഓരോ നിലയിലും പ്രത്യേകം ആകൃതിയിലുള്ള താമരപ്പൂക്കളുടെ രൂപം കാണാം. ഇവ ഓരോ ചക്രത്തിന്റെയും പ്രതീകമാണ്. എല്ലായിടത്തും ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള നിലയിൽ ഭക്തർക്ക് സ്വയം പൂജിക്കാൻ സൗകര്യത്തിൽ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. അവസാനത്തെ നിലയിൽ കൈലാസ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ശിവന്റെ 64 മൂർത്തിഭാവങ്ങളാണ് മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പരശുരാമൻ 108 ശിവാലയങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന 108 ശിവലിംഗ പ്രതിഷ്ഠകൾ മഹാശിവലിംഗത്തിൽ ഉണ്ട്. നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ട് പുറത്ത് കുംഭച്ചൂട് കനത്തു നിൽക്കുന്ന കാലത്തു പോലും മഹാശിവലിംഗത്തിനുള്ളിൽ
പുലർക്കാലം പോലെയുള്ള തണുപ്പാണ്. 2012 മാർച്ച് മാസത്തിലാണ് ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 30 ശില്പികളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത്. 7 വർഷം അവർ അതേപോലെ ചെലവഴിച്ച് 2019 ഒക്ടോബറോടെ ഇതിന്റെ പണി പൂർത്തിയാക്കുകയും ആ വർഷം നവംബർ 10 ഇതിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്ഥാപിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ലിംക ബുക്കിലും ഗിന്നസ് ബുക്കിലും ഇടം പിടിക്കുകയുണ്ടായി. 2022 ഔദ്യോഗികമായി ഇതിനെ അവ സമർപ്പിക്കുകയും ചെയ്തു. 2019 നവംബർ 1 വൈകുണ്ഠത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ശിവലിംഗവുമായി ബന്ധിപ്പിച്ച രീതിയിലാണ് വൈകുണ്ഠം നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 64 അടി നീളമുള്ള കൈലാസപർവ്വതം കയ്യിൽ വഹിക്കുന്ന ഹനുമാന്റെ പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നു. മതപരമായ പ്രാധാന്യത്തിനപ്പുറം ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം ഈ പ്രദേശത്തിന്റെ വാസ്തുവിദ്യാ മികവിന്റെ സാക്ഷ്യപത്രമാണ്. 111 അടി ഉയരത്തിലുള്ള ശിവലിംഗം, കൊത്തുപണികൾ, നിർമ്മാണത്തിലെ സൂക്ഷ്മത എന്നിവ കേരളത്തിന്റെ കലാപാരമ്പര്യത്തെ പ്രദർശിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ ശാന്തവും മനോഹരവുമായ അന്തരീക്ഷവും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും സമാധാനവും ശാന്തതയും തേടുന്ന ഏതൊരാൾക്കും അനുയോജ്യമായ ഒരു യാത്രാ കേന്ദ്രമാക്കി മാറ്റുന്നു.